നമസ്കാരം. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി ശബരിമല സ്വർണ്ണക്കേസാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പോറ്റിയെ കേറ്റി എന്ന പാട്ടിനെതിരെ പോലും സർക്കാർ കേസെടുക്കാൻ തീരുമാനിച്ചത്. അത്രയധികം സർക്കാരിന് തിരിച്ചടിയായി മാറി സാധാരണ ഭക്തരുടെ, അയ്യപ്പ ഭക്തരുടെ മാത്രമല്ല മറ്റു മതവിശ്വാസികളുടെയും ഒക്കെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കി സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന ശബരിമല ക്ഷേത്രത്തിൽ അവർ നടത്തിയ മോഷണം, ആചാരലംഘനം, അത് ഏതുതരം വിശ്വാസിയെയും വേദനിപ്പിച്ചു. ഇതിൻ്റെ ഒരു അനുരണനം ഇനിയും തുടരും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് മുഖ്യ വിഷയമാകും എന്ന് തന്നെയാണ് നമ്മളൊക്കെ കണക്കാക്കുന്നതും നിരീക്ഷിക്കുന്നതും അവകാശപ്പെടുന്നതും. എന്നാൽ ഇത് വാസ്തവമാണോ? ഇത് കഴിഞ്ഞ തവണ പിണറായിയെ അധികാരത്തിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ മുഖ്യ റോള് വഹിച്ച സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ തിരിച്ചടിക്കുമോ എന്ന ആശങ്ക എനിക്കിപ്പോഴുമുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു പിണറായിയും കൂട്ടരും കൂടി ജയിലിലാവുമെന്ന്. പിണറായിയുടെ അന്ത്യം കുറിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. അത്തരത്തിലായിരുന്നു വാർത്തകളും ചർച്ചകളും. പക്ഷേ എന്തു സംഭവിച്ചു? ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരുന്നു, കസ്റ്റംസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, NIA, CBI, എല്ലാ അന്വേഷണ ഏജൻസികളും വരുന്നു, നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. അവരൊക്കെ പിന്നെ എവിടെ പോയി ഒളിച്ചു എന്ന് നമുക്കറിയില്ല. അന്വേഷണം ആവിയായിപ്പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അന്വേഷണ ഏജൻസികൾക്കെതിരെ കേസ് കൊടുത്ത് ഇരട്ട ചങ്ക് തെളിയിച്ച് പിണറായി രക്തസാക്ഷി പരിവേഷം കൈവരിച്ച് അധികാരത്തിൽ തിരിച്ചെത്തി. അങ്ങനെ ഒരു നീക്കം ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട്. ഏതാണ്ട് 30 കിലോയോളം സ്വർണം വിജയ് മല്യ ശബരിമലയ്ക്ക് കൊടുത്താണ് 98-99 കാലഘട്ടത്തിൽ ശ്രീകോവിലിന്റെ വാതിലും കട്ടിലപ്പടികളും ദ്വാരപാലക ശില്പവുമൊക്കെ സ്വർണം പൊതിയുന്നത്. അതൊന്നും സ്വർണം പൊതിഞ്ഞതല്ല, പൂശിയതാണെന്ന് വരുത്തി തീർത്ത് അടിച്ചു മാറ്റി എന്നാണ് കേസ്. ആ കേസിൽ നിരവധി പ്രമുഖർ അറസ്റ്റിലായി, ജയിലിലായി. ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ ഒരാൾ ഗോവർദ്ധനാണ്. ഈ ഗോവർദ്ധന്റെ അറസ്റ്റ് നൽകുന്ന സൂചന, അതിനോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശബരിമലയിലേക്ക് വരുന്നു എന്ന സൂചന, ഇത് രണ്ടും അപകട സൂചനയായി കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിടത്തൊന്നും ഇതുവരെ ഒരു കേസും തെളിയിച്ചതായി നമ്മൾ ആരും കണ്ടിട്ടില്ല. അവരെന്തിനാണ് എത്തുന്നത് എന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ED അങ്ങോട്ട് അയച്ചത് പിണറായി ആണോ എന്ന് സംശയിക്കാവുന്ന സാഹചര്യം പോലും ഇപ്പോഴുമുണ്ട്. ED പോയിടത്തെല്ലാം പിണറായിക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് മറക്കരുത്. ED ഇന്നേ വരെ പിണറായിയെ ചോദ്യം ചെയ്തിട്ടില്ല. പിണറായിയുടെ ഓഫീസിലിരിക്കുന്ന പലരെയും ചോദ്യം ചെയ്തെങ്കിലും ED അനങ്ങിയിട്ടില്ല. അതുകൊണ്ട് EDയുടെ കടന്നുവരവ് പോലും സംശയിക്കാവുന്ന അവസ്ഥയിലാകുമ്പോഴാണ് ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. വലിയൊരു ജാമ്യാപേക്ഷയാണ്. അതിലൂടെ ഓടിച്ചു പോയപ്പോൾ ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ കണ്ടെത്തി. അതിലൊന്ന് ഈ കേസിനെ അടിമുടി അട്ടിമറിക്കാൻ ഇടയുള്ള ഒരു വിവരമാണ്. അതായത് വിജയ് മല്യ 98 കാലഘട്ടത്തിൽ 30 കിലോയോളം സ്വർണം ശബരിമലയ്ക്ക് കൊടുത്ത് ഇതൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ രേഖകൾ അവിടെ ഇല്ലത്രേ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇത് തൂക്കി അളന്നിട്ടുണ്ടോ? സ്വർണത്തിന്റെ അളവാരും പരിശോധിച്ചിട്ടുണ്ടോ? അതിന്റെ ചെലവ് എത്രയാണെന്ന് പരിശോധിച്ചിട്ടുണ്ടോ? അങ്ങനെ അളന്നു തൂക്കി തിട്ടപ്പെടുത്തിയാണോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അല്ല എന്നാണ് ഈ രേഖകളിൽ നിന്നും വ്യക്തമാവുന്നത്. അങ്ങനെയെങ്കിൽ കേസ് അടിമുടി പരാജയപ്പെടും. സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്ന് തെളിയിക്കണമെങ്കിൽ സ്വർണം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കണം. ഇവിടെ ഏറ്റവും ആദ്യത്തെ കഥ 30 കിലോ സ്വർണം ശബരിമലയിൽ ഉണ്ടായിരുന്നു, വിജയ് മല്യ 30 കിലോ സ്വർണം കൊടുത്തു എന്നത് തെളിയിക്കുക എന്നതാണ്. അത് വിജയ് മല്യ പറഞ്ഞിട്ടോ അന്ന് പണിത ജോലിക്കാർ പറഞ്ഞിട്ടോ കാര്യമില്ല. ശബരിമലയിൽ ഈ 30 കിലോ സ്വർണം ഇവിടെയുണ്ട് എന്ന് കണക്കെഴുതി അളന്നു തൂക്കി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എത്രമാത്രം സ്വർണം അവശേഷിക്കുന്നുവോ അത്രമാത്രം സ്വർണം മാത്രമേ ഉള്ളൂ എന്ന് നിയമപരമായി പറഞ്ഞാൽ അത് വിജയിക്കൂ. ഒരു കാര്യം ശ്രദ്ധിക്കണം, കോടതി പരിഗണിക്കുന്നത് ലോജിക്കല്ല, ഫാക്ട്സ് ആണ്, എവിഡൻസ് ആണ്. ദിലീപിനെ കുറ്റവിമുക്തനാക്കപ്പെട്ട കേസിൽ സംഭവിച്ചത് ഇതാണ്. ദിലീപ് കുറ്റക്കാരനാണ്, ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം വിശ്വസിക്കുന്നെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവരണം. തെളിവില്ല. തെളിവ് അവർ കൃത്രിമമായി ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു. ദിലീപ് നിരപരാധിയാവണമെന്നില്ല. പക്ഷെ ദിലീപിനെ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കാൻ പറ്റുന്ന എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് വെറുതെ വിട്ടു. അത് തന്നെയാണ് ഇവിടെ. 30 കിലോ സ്വർണം അവിടെ ഉണ്ടായിരുന്നു എന്ന് രേഖകളിലൂടെ തെളിയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ അളന്നു തൂക്കി കണ്ടെത്തുന്ന സ്വർണം എത്രയാണോ അത്രയും സ്വർണമേ ഉള്ളൂ, ഒരു മോഷണവും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതായിരിക്കും സംഭവിക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ അപകട സൂചന. 2, ഈ ഗോവർദ്ധനിലേക്ക് ഇത് പോയത് വളരെ വിചിത്രമാണ്. എന്താണ് ഗോവർദ്ധന്റെ റോള്?
ഗോവർദ്ധന്റെ വലിയ ജാമ്യ ഹർജിയിൽ കൊടുത്തിരിക്കുന്ന ഈ ജാമ്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് നിസാരക്കാരനല്ല, അഡ്വക്കേറ്റ് വിജയഭാനുവാണ്, കേരള ഹൈക്കോടതിയിലെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകൻ. വിജയഭാനു കഴിഞ്ഞാണ് ബാക്കി അഭിഭാഷകൻ. അത്രയും പ്രമുഖനായ അഭിഭാഷകനാണ് വിജയഭാനു. അദ്ദേഹം വെറുതെ ഒന്നും ഒരു കേസ് വാദിക്കില്ല. വിജയഭാനുമായി കൂടിയാലോചിച്ച് വിജയഭാനുവിന്റെ പാർട്ണറായ അഡ്വക്കേറ്റ് തോമസ് ആനക്കലിങ്കൽ ഡ്രാഫ്റ്റ് ചെയ്ത് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ നോക്കുമ്പോൾ ഈ ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്തതുപോലും ഒരു ഗൂഢാലോചനയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം തന്നെ ആ സംശയം മണത്തിരുന്നു. ഇവിടെ നമ്മളൊക്കെ പത്രങ്ങളിൽ കേട്ടൊരു കാര്യമുണ്ടല്ലോ, അതായത് ഗോവർദ്ധന്റെ സ്വർണ്ണക്കടയിൽ, ബെല്ലാരിയിലെ സ്വർണ്ണക്കട ഉടമയാണ് ഈ ഗോവർദ്ധന്റെ സ്വർണ്ണക്കടയിൽ പോയി മോഷ്ടിച്ച സ്വർണം റിക്കവർ ചെയ്തു എന്നാണ് പോലീസ് പറഞ്ഞത്, പത്രത്തിൽ പറഞ്ഞത്. അതൊക്കെ അന്നേ ഞാൻ ചോദിച്ചിരുന്നു. 2019 ഈ സ്വർണം അടിച്ചു മാറ്റി ഗോവർദ്ധന് കൊടുത്തു. അത് ഈ 2025 വരെ ഗോവർദ്ധൻ ഉരുക്കി സൂക്ഷിച്ചു എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അത് സാധ്യമല്ലല്ലോ, ഒരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അത് റിക്കവർ ചെയ്തു എന്ന് പറയുന്നത് പോലും കള്ളത്തരമാണ് എന്ന് ഞാനൊരു വീഡിയോ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ തന്നെയാണ് ജാമ്യഹർജിയിൽ പറയുന്നത്. ജാമ്യഹർജിയിൽ പറയുന്നു, ഒരു തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയും തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടില്ല, താൻ ഇതിന്റെ പണമൊക്കെ കൃത്യമായി കൊടുത്തതാണ്. എന്നിട്ട് ഈ അന്വേഷണ സംഘം ആരെയോ പറ്റിക്കാൻ വേണ്ടി തന്റെ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. എന്നിട്ട് ഇപ്പോൾ ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഗോവർദ്ധൻ പറയുന്നത് താൻ ഒരു അയ്യപ്പ ഭക്തനാണ്, താൻ ശബരിമലയിൽ പോവാറുണ്ട്. അങ്ങനെ പടിപൂജ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് പൂജാരി പറഞ്ഞു, എളുപ്പം കാര്യങ്ങൾ നടക്കാൻ ഒരു പോറ്റിയെ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ പോറ്റിയെ പരിചയപ്പെടുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സൗഹൃദത്തിലാവുന്നു. പൂജയൊക്കെ എളുപ്പത്തിൽ നടത്താൻ കഴിയുന്നു. അങ്ങനെ ഇരിക്കവേ സ്വർണ്ണക്കട മുതലാളിയായ ഈ ഗോവർദ്ധനോട് പോറ്റി ചോദിക്കുന്നു, ശ്രീകോവിലിന്റെ വാതിൽ ആ ഡോറ് പുതുക്കി പണിയണം, അത് പുതുക്കി പണിയാൻ കഴിയുമോ? അപ്പൊ ഗോവർദ്ധൻ പറയുന്നു, അയ്യപ്പ ഭക്തനാണല്ലോ, ശ്രീകോവിലിന്റെ ഡോറല്ലേ, അത് ഞാൻ ശരിയാക്കി തരാമെന്ന് പറയുന്നു. നല്ല 1-ാം തരം തേക്ക് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് സംഘടിപ്പിച്ച് അതിൽ സ്വർണം പൊതിഞ്ഞ് ഇതുകൊണ്ട് കൊടുക്കുന്നു. ഇത് മുഴുവൻ സ്പോൺസർ ചെയ്യുന്നത് ഗോവർദ്ധനാണ്. അവിടെ ഉണ്ടായിരുന്ന ശ്രീകോവിലിന്റെ വാതിൽ ഇപ്പോഴും അവിടെയുണ്ട്. ഡോർ അല്ലെങ്കിൽ വാതിൽ, അതിനൊരു കുഴപ്പവുമില്ലാതെ ഇപ്പോഴും ഉണ്ട്. ആ വാതിലിൽ സ്വർണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അവിടെയുണ്ട്. അതിന് പേര് കേസില്ല. 3 സാഹചര്യങ്ങളാണ്. അതിൽ 1-ാമത്തെ സാഹചര്യം ഈ വാതിലാണ്, വാതിലിന്റെ പേര് കേസില്ല. ഇത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഗോവർദ്ധനോട് പോറ്റി ചോദിക്കുന്നു, ഈ വാതിൽ പടി, അതായത് കട്ടിളപ്പടി കൂടി മാറ്റേണ്ടതുണ്ട്, ചെയ്യാൻ പറ്റുമോ, സ്പോൺസർ ചെയ്യാൻ പറ്റുമോ? ഗോവർദ്ധൻ പറയുന്നു, ശരി ചെയ്യാം, അയ്യപ്പന് വേണ്ടിയാണല്ലോ. ഈ കട്ടിളപ്പടി ഗോവർദ്ധന് കൊണ്ട് കൊടുക്കുന്നു. ഈ കട്ടിളപ്പടി ഗോവർദ്ധൻ ഭംഗിയാക്കി പൊതിഞ്ഞു കൊടുക്കുന്നു. അതിലെ സ്വർണത്തിന്റെ കാര്യം ഗോവർദ്ധൻ അറിയില്ല. ഗോവർദ്ധൻ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് സ്വർണം മേടിച്ച് കട്ടിളപ്പടി പൊതിഞ്ഞു കൊടുത്തതാണ്. അതിന് തെളിവുണ്ട്. അത് 1 രൂപയും മേടിച്ചിട്ടില്ല. പിന്നീട് വീണ്ടും ചോദിക്കുന്നു, ദ്വാരപാലക ശില്പം അതുകൂടി ഒന്ന് പുതുക്കി പണിയാൻ പറ്റുമോ? അപ്പോൾ ഗോവർദ്ധൻ പറയുന്നു, ഞാൻ ഇപ്പോൾ തന്നെ 10-60 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞു, ഇനി എൻ്റെ കാശില്ല, മറ്റാരെങ്കിലും ചെയ്യൂ എന്ന് പറയുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് ഗോവർദ്ധൻ അറിയില്ല. പിന്നീട് വീണ്ടും പോറ്റി ചോദിക്കുന്നു, ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി ദ്വാരപാലക ശില്പം ഉരുക്കി അതിലെ സ്വർണം എടുത്തിട്ട് അത് ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർണം മിച്ചം വന്നു. പണി കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 400 ഗ്രാമത്തോളം സ്വർണം മിച്ചം വന്നു. ആ സ്വർണം ദേവസ്വം ബോർഡിന്റെയാണ്. ആ സ്വർണം പുതുക്കി പണിതു. ആ സ്വർണം തിരിച്ച് ദേവസ്വം ബോർഡിന് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിന്റെ പണം ദേവസ്വം ബോർഡിന് കൊടുക്കണം. ഈ സ്വർണം ഞാൻ അങ്ങോട്ട് തരട്ടെ, അതിന് പണം കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഈ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് മിച്ചം വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് കൊടുക്കുന്നു. ഗോവർദ്ധൻ ആ സ്വർണം സ്വീകരിച്ച് അതിന്റെ അന്നത്തെ വില ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. എന്ന് വെച്ചാൽ ഇവിടെ വന്ന സാധനം വില കൊടുത്തു വാങ്ങുന്നു, ആ വില ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു. അതിന്റെ തെളിവൊക്കെ ഈ ജാമ്യ ഹർജിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണത്രേ ഗോവർദ്ധന്റെ റോള്. ഗോവർദ്ധൻ ആദ്യം വാതിൽ ശരിയാക്കി കൊടുക്കുന്നു, രണ്ടാമത് കട്ടിളപ്പാതി ശരിയാക്കി. ഇത് രണ്ടും ഗോവർദ്ധന്റെ കയ്യിലെ പണമെടുത്താണ്. കൂടാതെ ഗോവർദ്ധൻ അവർ സഹായം ചെയ്തു കൊടുക്കുന്നു. മറ്റാരോ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി, അതിന്റെ പിന്നിലെ കഥയൊന്നും ഗോവർദ്ധൻ അറിയില്ല. സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി ദ്വാരപാലക ശില്പത്തിൽ ഉരുക്കി അവ മാറ്റിയപ്പോൾ ബാക്കി വന്നിരുന്ന സ്വർണം തിരിച്ച് സ്വർണമായി കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഗോവർദ്ധന് സ്വർണം കൊടുക്കുന്നു. ആ സ്വർണത്തിന്റെ വില ദേവസ്വം ബോർഡിലേക്ക് കൊടുക്കുന്നു. അതോടെ ഗോവർദ്ധന്റെ ഉത്തരവാദിത്വം തീരുന്നു. എന്നാൽ ഗോവർദ്ധൻ ഇപ്പോൾ പറയുന്നു, ഈ കേസുണ്ടായപ്പോഴാണ് താൻ ഇങ്ങനെയാണ് മോഷണമാണെന്നും തട്ടിപ്പാണെന്നും താൻ അറിയുന്നത്. തനിക്ക് അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല. അന്വേഷണ സംഘം വരുന്നു. അന്വേഷണ സംഘം വന്ന് തന്റെ ജുവലറിയിൽ നിന്നും അന്ന് പറഞ്ഞ അത്രയും അളവ് സ്വർണം എടുത്തുകൊണ്ട് പോകുന്നു. ഓർക്കണം, താൻ വില കൊടുത്തു വാങ്ങിയ സ്വർണമാണ്. ആ സ്വർണം അന്നേ ഉപയോഗിച്ചു പോയി. ഈ പറയുന്ന കളവ് മുതൽ കണ്ടെടുത്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പോലീസ് സംഘം പുതിയ സ്വർണമാണ് കൊണ്ടുപോകുന്നത്. അവിടെയാണ് പ്രധാന പ്രശ്നം. ഒരു മോഷണ വസ്തു എടുത്തുകൊണ്ടുപോയി
ആ മോഷണ വസ്തു തിരിച്ചു പിടിക്കുന്നതാണ് റിക്കവറി. ഇത് ഗോവർദ്ധന ജുവലറി പോയി പുതിയ സ്വർണം അടിച്ചുകൊണ്ട് പോയിട്ട് റിക്കവറി ചെയ്തു എന്ന് അന്വേഷണ സംഘം പറഞ്ഞു. തട്ടിപ്പാണ്. ഇതാണ് വലിയ തട്ടിപ്പ് എന്ന് പറയുന്നത്. ഈ കേസ് അട്ടിമറിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഗോവർദ്ധന ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ലെങ്കിൽ പത്മകുമാറോ ഇവരെല്ലാം കൂടി ചേർന്ന് ഒരുമിച്ച് ഗൂഢാലോചന നടത്തി വിറ്റ സ്വർണ്ണമല്ല റിക്കവറി ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ചൊരു സൂചനയില്ല. ഗോവർദ്ധൻ പറയുന്നത് വിറ്റുപോയെന്ന്, അത് സ്വർണ്ണമാക്കി വിറ്റുപോയെന്ന് ഗോവർദ്ധൻ പറയുന്നു. അന്വേഷണ സംഘം പറയുന്നത് റിക്കവറി ചെയ്തു. ആ റിക്കവറി ചെയ്തു എന്ന തട്ടിപ്പാണ്, ഇത് പുതിയ സ്വർണ്ണമാണ്. ഗോവർദ്ധൻ പറയുന്നു ഇപ്പോൾ തൻ്റെ അവസ്ഥ, താൻ സൗജന്യമായി അയ്യപ്പനോടുള്ള ഇഷ്ടം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഒടുവിൽ അവരെ സഹായിക്കാൻ വേണ്ടി താൻ മേടിച്ച സ്വർണ്ണത്തിന്റെ കാശ് ദേവസ്വം ബോർഡിലേക്ക് കൊടുത്തു. എന്നിട്ട് ഇതാ ഇപ്പോഴത്തെ വിലയനുസരിച്ച്, അന്നത്തെ വിലയല്ല, ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് അന്നത്തെ വിലയല്ല, ഇപ്പോഴത്തെ വിലയനുസരിച്ച് നോക്കിയാൽ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന തൻ്റെ സ്വർണ്ണമാണ്. തൻ്റെ സ്വർണവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് 1.5 കോടിയോളം രൂപ തനിക്ക് നഷ്ടം വന്നിരിക്കുന്നു. ഇത് മാത്രമല്ല, താൻ ഇതിൽ പ്രതിയാവാതിരുന്നിട്ടും ആരെയോ സുഖിപ്പിക്കാൻ വേണ്ടി, ആരെയോ സംരക്ഷിക്കാൻ വേണ്ടി കോടതിയുടെ വിമർശനം ഉണ്ടായപ്പോൾ തന്നെ പിടിച്ചകത്തിട്ടു. കോടതി ചോദിച്ചു വൻപന്മാരിലേക്ക് എത്താത്തത് എന്തെന്ന് ചോദിച്ചപ്പോൾ അത് ഇവരെയാണ് ഉദ്ദേശിക്കാൻ വേണ്ടി തന്നെ പിടിച്ചകത്തിട്ടു. തൻ്റെ തടവ് അന്യായമാണ് എന്നാണ് ഗോവർദ്ധന്റെ വാദം. വളരെ വ്യക്തമായി കൃത്യമായി എഴുതി വെച്ചിരിക്കുന്ന രേഖകളിൽ കണ്ട കഥയാണ്. ഞാൻ മുഴുവൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇത് വലിയൊരു ട്വിസ്റ്റാണ് വാസ്തവത്തിൽ. ഇങ്ങനെയാണെങ്കിൽ ഗോവർദ്ധന് ജാമ്യം കൊടുക്കേണ്ടി വരും. കാരണം ഗോവർദ്ധൻ ഈ മോഷണ കേസിലെ പ്രതിയല്ല. ഹൈക്കോടതി നേരിട്ട് മേൽനോട്ടം വഹിച്ച് നടത്തുന്ന കേസ് ഈ അന്വേഷണ സംഘം അട്ടിമറിച്ചേക്കും എന്ന സൂചനയാണ്. കാരണം ഈ സ്വർണം എവിടെ പോയി, ഈ മോഷ്ടിച്ച സ്വർണം എവിടെ പോയി എന്നറിയില്ല. മാത്രമല്ല ഇതിൽ വലിയ അപകടപ്പെട്ട് ആദ്യം പറഞ്ഞ മാതിരി 30 കിലോ സ്വർണത്തിന്റെ കഥയില്ല, അതിന്റെ കണക്കില്ല. അപ്പോൾ എത്ര സ്വർണം തിരിച്ചു കിട്ടിയോ ആ സ്വർണത്തിലൊക്കെ ആക്കി മോഷണമേ ഇല്ലാതാക്കുന്ന നീക്കമാണ്. ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തെളിവ് വേണ്ടേ? രേഖകൾ വേണ്ടേ? അങ്ങനെ ഒരു സ്വർണ്ണപടം തെളിയിക്കണ്ടേ? ഇതൊന്നും തെളിയിക്കാതുള്ള അട്ടിമറി നീക്കമാണ്. ഗോവർദ്ധനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇപ്പോൾ കളിക്കുന്നത് അട്ടിമറി നീക്കമാണ്. ഗോവർദ്ധൻ പുഷ്പം പോലെ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നതോടെ ഈ ഗോവർദ്ധനിൽ കൊണ്ട് കേസ് കെട്ടാനുള്ള നീക്കം പൊളിയും. അപ്പോഴും തെളിവ് ബാക്കിയാവും. മോഷണം പോയ സ്വർണം എവിടെ? അങ്ങനെ ഒടുവിൽ സ്വർണമേ മോഷണം പോയിട്ടില്ല എന്ന് വരുത്തി തീർത്ത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവരെല്ലാം നിരനിരയായി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം. ഒടുവിൽ ഇതുവരെ മൗനം പാലിച്ച് പിണറായി വിജയൻ ഒരു രംഗത്ത് വരവുണ്ട്. കണ്ടോ, തന്നെ അയ്യപ്പന്റെ കള്ളനാക്കി മാറ്റി വോട്ട് പിടിച്ചെന്ന്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് സംഭവിച്ചാൽ ഈ സിമ്പതി ആയിരിക്കും പിണറായി നേടാൻ പോകുന്നത്. കാരണം പിണറായിക്ക് അറിയാവുന്നതുപോലെ രാഷ്ട്രീയം ആർക്കും അറിയില്ല. ഈ അന്വേഷണത്തിൽ വലിയ അട്ടിമറികളുണ്ട്. ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്തതും ഗോവർദ്ധനിൽ നിന്ന് സ്വർണം പിടിച്ചു എന്ന് പറയുന്നതും ഗോവർദ്ധനിൽ കൊണ്ട് ഈ കേസ് കെട്ടുന്നതുമൊക്കെ ഇത് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഭഗവാൻ അയ്യപ്പന് മാത്രം അറിയാം. ഇനി അയ്യപ്പന് മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അയ്യപ്പനെ അപമാനിച്ചവർക്കൊക്കെ നിരനിരയായി പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ആ പണി അയ്യപ്പൻ നേരിട്ട് കൊടുക്കും എന്ന് വിശ്വസിച്ച് ആശ്വസിക്കാം നമുക്ക്.